അങ്കമാലിയിൽ നിന്നുള്ള ഒരു പോൾ അബ്ദുള്ളയായി മാറുകയും ആ ചെറുപ്പക്കാരൻ തൻ്റെ അനുഭവം യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് കാണാനിടയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു മറുപടി വീഡിയോയുമായി വരുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ റൂമിൽ നിന്ന് ഇസ്ലാമികമായ ഒരു ഗ്രന്ഥം കിട്ടുകയും ആ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ അമ്മയെ, ഈ ചെറുപ്പക്കാരൻ പോൾ അബ്ദുള്ളയായി മാറിയ പോൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ അസ്വസ്ഥപ്പെടുത്തുകയും അവർ അങ്കമാലിയിലുള്ള വളരെ കൃത്യമായൊരു സാഹചര്യത്തിലും കുടുംബത്തിലും വളർന്നു വന്ന വ്യക്തികളായിരുന്നു. അങ്ങനെ ജ്യേഷ്ഠൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിലേക്ക് ആകർഷണമാവുകയും ചെയ്തു. അങ്ങനെ ജ്യേഷ്ഠനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ അനിയൻ ജ്യേഷ്ഠനുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും, അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ തർക്കത്തിനില്ല, നീ നിൻ്റെ വിശ്വാസം കൊണ്ടുനടന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ സാവകാശം ഈ ചെറുപ്പക്കാരൻ പാലായിൽ പഠിച്ച എന്നാണ് അദ്ദേഹം പറയുന്നത്, പാലായിൽ പഠിക്കുകയും ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത ശക്തമായ ക്രിസ്തീയമായ വിഷയങ്ങളിൽ നല്ല രീതിയിലുള്ള അറിവ് ലഭിച്ചിരുന്നുവെന്നെല്ലാമാണ് ഈ മോൻ തൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഏതൊരു വ്യക്തിക്കും ഇസ്ലാമല്ല ഏതൊരു മതം സ്വീകരിക്കാനും ഏതൊരു വിശ്വാസത്തിലേക്ക് പോകാനും പോകാതിരിക്കുവാനുമെല്ലാം സ്വാതന്ത്ര്യമുണ്ട് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുകയും നമ്മുടെ നാട് അതിന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അത് ബൈബിളുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു മറുപടിക്ക് ഞാൻ മുതിരുന്നത്. അല്ല, സ്വതന്ത്രമായി ഞാൻ ഖുർആൻ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല. ബൈബിൾ വായിച്ചപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുകയാണ്. അല്പം നീണ്ടതാണ്, അതിൻ്റെ ഒരു ഏകദേശം 30 മിനിറ്റോളം വരുന്നതാണ്. അതിൻ്റെ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കേൾക്കേണ്ടി വരും. അദ്ദേഹം പറയുന്നത് എന്താണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ. കേൾപ്പിക്കാം. അദ്ദേഹം ഇങ്ങനെ ഇസ്ലാം മതം ഇങ്ങനെ പഠനത്തിന് മുന്നോട്ട് പോകുന്ന സമയത്ത് ആളുടെ മുറിയിൽ നിന്നും ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു പുസ്തകം എൻ്റെ അമ്മയ്ക്ക് കിട്ടി. അപ്പൊ ഇത് ഒരു വലിയ പ്രശ്നമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചുറ്റുപാട് തന്നെ അങ്കമാലി അടുത്താണ് നമ്മുടെ സ്ഥലം. കുറച്ചുള്ളിലോട്ട് പോകണം. ആ പ്രദേശങ്ങളിൽ ഒന്നും മുസ്ലിങ്ങളില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഒരു ഇസ്ലാമിക പുസ്തകം വീട്ടിൽ നിന്ന് കിട്ടുക, അതും വളരെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വരുന്ന, അല്ലെങ്കിൽ അത്രയും ആഴത്തിൽ ക്രിസ്തീയ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു അനുഭവം അവർക്കൊട്ടും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ സമയത്ത് എൻ്റെ സഹോദരൻ വീട്ടിൽ നിന്ന് നൈപുണ്യ എന്ന് പറഞ്ഞൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ആ സമയത്ത് പാലായിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് അപ്പൊ അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും അവിടെ ജീസസ് യൂത്ത് എന്ന് പറയുന്ന സംഘടനയിലൊക്കെ കാര്യമായിട്ട് ഡീപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ജീസസ് യൂത്തിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മോനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീസസ് യൂത്ത് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു യുവാക്കളുടെ ഒരു സംഘടനയാണ്. അപ്പൊ അവിടെ ഞാൻ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ജീസസ് യൂത്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ എന്നുള്ള വിഷയത്തിൽ മറുപടി പറയേണ്ടത് തീർച്ചയായും ജീസസ് യൂത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുപ്പീരിയർ നോളജ് ആയിട്ട് തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. ബൈബിൾ വായിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ബൈബിൾ വായിക്കും. അത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്തുള്ളത്. ഒരു സീരിയസ് സ്റ്റഡി നടത്തുന്നത്. തീർച്ചയായിട്ടും സീരിയസ് സ്റ്റഡി നടത്തുകയും എൻ്റെ പ്രായത്തിലുള്ളവരോടും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരോടും ഒക്കെ ബൈബിളിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുകയും അവരെ ബൈബിൾ വായിക്കാനും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ഈ മോൻ പറയുന്നത്, അബ്ദുള്ളയായി മാറിയ ഈ മോൻ പറയുന്നത്, ബൈബിൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കുമെന്നുള്ളത് കറക്റ്റായിരിക്കാം. സീരിയസ് ആയി സ്റ്റഡി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം ബൈബിൾ സീരിയസ് ആയി ഇരിക്കുന്ന ഒരു വ്യക്തിയും ബൈബിളിന് പുറത്തേക്ക് പോവില്ല. കാരണം ബൈബിൾ എന്ന് പറയുന്നത് നിത്യരക്ഷയെ സംബന്ധിച്ച് തെറ്റില്ലാത്തതാണ്. മാത്രവുമല്ല, ഒരു ഗ്രന്ഥം ദൈവികമാണോ അല്ലയോ എന്നറിയുന്നത് അത് മനുഷ്യരാശിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുണ്ടാക്കുന്ന പ്രതിഫലനത്തിൽ നിന്നാണല്ലോ. അപ്പം ബൈബിളിൻ്റെ സ്വാധീനം മിഡിൽ ഈസ്റ്റിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നഷ്ടപ്പെട്ടപ്പോൾ 638 അതായത് 632 മുതൽ പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വരികയും
ബൈബിളിൻ്റെ സ്വാധീനം അറബി നാടുകളിൽ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അറബി നാടുകളുടെ സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബൈബിൾ സീരിയസ് ആയിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും, അതുകൊണ്ട് ബൈബിൾ വായിച്ചിരുന്നിരിക്കാം, ഒരു ഭക്തൻ എന്ന രീതിയിൽ അഥവാ ഒരു ഭക്ത കൂട്ടായ്മയിൽ പോയിട്ടുണ്ടാകാം. അത് തെറ്റാണെന്നല്ല, മോശമാണെന്നല്ല, ഗ്രേഡ് താഴെയാണെന്നുമല്ല. പക്ഷെ ഭക്തരിൽ നിന്ന് ബൈബിൾ പഠിക്കുന്ന വ്യക്തികൾ ഭക്തരിൽ നിന്ന് ശിഷ്യത്വത്തിലേക്ക് വളരും. അതാണ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ പഠിക്കുമായിരുന്നു എന്ന് പറയുന്നത് തൻ്റെ ആർഗ്യുമെൻറ്റിനെ, തൻ്റെ വാദത്തെ ബലപ്പെടുത്താൻ വേണ്ടി ഈ അബ്ദുള്ളയായി മാറിയ പോൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ വാദത്തെ ബലപ്പെടുത്താൻ വേണ്ടി മാത്രം ഉയർത്തിപ്പിടിക്കുന്നതാണ്. മാത്രവുമല്ല, ജനാധിപത്യ, മാനവിക, സ്വാതന്ത്ര്യ, വിദ്യാഭ്യാസ, വികസനപരമായ ഒരു അനിവാര്യതയും പോലെ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കറിയാം. ഇപ്പോൾ യൂറോപ്പിലേക്കെല്ലാം ചെറുപ്പക്കാർ പോകാൻ ആഗ്രഹിക്കുക. ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ സാധിക്കുന്ന ഇടങ്ങൾ ഈ പറയുന്ന ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ്. അതല്ല എങ്കിൽ സ്വാഭാവികമായും അവിടെ വരുന്ന മതത്തിൻ്റെയോ ജാതിയുടെയോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ തന്നെ അടിമത്തങ്ങളാണ് മറ്റുള്ളിടങ്ങളിൽ കാണുക. അപ്പോൾ GCC കൺട്രികളെക്കുറിച്ച് വേണമെങ്കിൽ പറയും, അതായത് സൗദി അറേബ്യ അടങ്ങുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ മറ്റുള്ള തർക്കം ഉന്നയിക്കും. അവിടെ മനസ്സിലാക്കണം, അവിടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അതിൻ്റെ തനിമയിൽ പ്രാക്ടീസ് ചെയ്യുവാൻ GCC രാഷ്ട്രങ്ങൾ അനുവദിക്കുകയില്ല. ഈവൻ ഖത്തറിൽ പോലുമില്ല. പക്ഷെ പുറത്ത് ഖത്തറിനെ പോലെയുള്ള രാഷ്ട്രങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്പോൺസർ ചെയ്യുകയും ചെയ്യും. അതായത് ആരാൻ്റെ പന്തലിൽ വാ എൻ്റെ വിളമ്പ് കാണാമെന്ന് പറയുന്ന പരിപാടി. സ്വന്തം നാട്ടിൽ GCC രാജാക്കന്മാർ, രാഷ്ട്രത്തലവന്മാർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുവദിക്കുകയില്ല. അവിടെ ഇസ്ലാമിനെ ഒരു റിലീജിയനായിട്ടാണ് ഈ സൗദിയും ഈ UAE ഒക്കെ അനുവദിക്കുന്നുള്ളൂ. പൊളിറ്റിക്കൽ റിലീജിയനായിട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമായി കൊണ്ടു നടക്കുന്ന ഒരിടങ്ങളിലും സമാധാനമില്ല എന്നുള്ളത് വ്യക്തമായിരിക്കെ ബൈബിൾ ഗൗരവമായി പഠിച്ചു എന്നുള്ള വിഷയം. മാത്രമല്ല, നമുക്കറിയാം റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ നമ്മുടെ പ്രൊഫസർ രവീന്ദ്രനെയൊക്കെ വലിയ പേരും പ്രശസ്തിയും പ്രൊഫസർ രവീന്ദ്രന് കിട്ടാൻ കാരണമായ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡിലൂഷൻ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് രചിച്ച മനുഷ്യനാണ്. ദൈവം ഒരു വിദ്യ. ഈ റിച്ചാർഡ് ഡോക്കിൻസ് ഇംഗ്ലണ്ടിൽ ഇരുന്ന് പറയുന്നുണ്ട്, വി ആർ എ കൾച്ചറൽ ക്രിസ്ത്യൻ കൺട്രി. അപ്പോൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നാണ് യൂറോപ്പ് രൂപം കൊണ്ടത് എന്നും തമ്മിൽ തല്ലിക്കഴിഞ്ഞ ലോകം മുഴുവൻ കീഴടക്കാൻ വ്യഗ്രതയിലായിരുന്നൊരു യൂറോപ്പിനെ ഇത്രത്തോളം കൾച്ചേർഡാക്കി മാറ്റിയത് ക്രിസ്ത്യാനിറ്റിയാണ് എന്നുള്ളത് നിലവിൽ നമ്മുടെ കൺമുമ്പിലുണ്ട്. മാത്രവുമല്ല, ഏത് പെൺകുട്ടിക്കും ഏത് സ്ത്രീകൾക്കും എങ്ങനെ വേണമെങ്കിലും ഇറങ്ങി നടക്കാമായിരുന്ന യൂറോപ്പിന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിക വിശ്വാസികൾ യൂറോപ്പിലോട്ട് കടന്നു ചെന്നപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ മോൻ ബൈബിളിനെ കൃത്യമായി പഠിച്ചിരുന്നെങ്കിൽ, ബൈബിൾ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഇത്ര ഒരു വാദം പറയില്ല. അതുകൊണ്ട് ബൈബിൾ വായിച്ചിരുന്നു, ഒരുമിച്ച് കൂടിയിരുന്നു, വായിച്ചിരുന്നു, സ്തുതിച്ചിരിക്കാം, ആരാധിച്ചിരിക്കാം, അതൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സീരിയസ് സ്റ്റഡി നടത്തി എന്ന് പറയുന്ന വാദം തികച്ചും അവാസ്തവമാണ്, വിശ്വസനീയമല്ല എന്നുള്ളത് പറയട്ടെ. അപ്പൊ അങ്ങനെ ഇരിക്കാണ് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറയാണ്, ചേട്ടൻ ഇങ്ങനൊരു പുസ്തകം കിട്ടി എന്നുള്ള രീതിയിൽ നീ ഒന്ന് സംസാരിക്കുന്നുള്ള രീതിയിൽ എൻ്റെ അമ്മ എന്നെ വിളിക്കാം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കോൺവെർസേഷനിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താണ് ഇങ്ങനെ മമ്മി ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ. അപ്പൊ എന്റെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എന്റെ ചേട്ടന്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ സമയത്ത് വിളിക്കുന്ന സമയത്തൊക്കെ നീ എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു നിലപാടൊന്നുമല്ല. ആളുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ഞാൻ എന്തായാലും ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ ഈ അബ്ദുള്ളയായി മാറിയ പോളിൻ്റെ ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇസ്ലാമിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ആളുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ആൾ നിൽക്കുന്നത്. അത് ശരിയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോ അതങ്ങനെയല്ലടാ, ഞാൻ എന്റേതായ രീതി പോട്ടെ എന്നുള്ളൊരു ഡീലാണ് ആള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ മോൻ എന്തൊക്കെ നല്ലത് ഇസ്ലാമിൽ കണ്ടാലും അതൊക്കെ നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമല്ലോ. ആള് ഈ പറയുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ അവനെ മോശമായ രീതിയിൽ ഉത്തേജിപ്പിക്കും എന്ന് ശാസ്ത്രം പോലും പറയുന്നുണ്ട്. ഇവിടെയാണ് മർമ്മപ്രധാനമായ ഒരു പോയിന്റ്. സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിട്ട്
ശാസ്ത്രം പോലും പറയുന്നു, പുരുഷന്മാരെ ഉത്തേജിപ്പിക്കുമെന്ന് ശാസ്ത്രം പോലും പറയുന്നുവെന്ന് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ സ്വാഭാവികമായും അടിസ്ഥാനപരമായി ഇവരുടെ മതം മാറ്റത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണമായി ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ശാരീരിക പ്രലോഭനങ്ങൾ എന്നിവർ പറയുന്ന വിഷയമാണ്. എന്നാൽ ശാസ്ത്രവും വിശുദ്ധ ബൈബിളും വ്യക്തമായി പഠിപ്പിക്കുന്നു, പുരുഷൻ്റെ, ക്രിസ്തു പറഞ്ഞു നിൻ്റെ ഉള്ളിൽ നിന്നാണിത് വരുന്നത്. അപ്പോൾ തൻ്റെ സെക്സ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുവാൻ ദൈവം മനുഷ്യന് വിവേകം നൽകിയിട്ടുണ്ട്, ചിന്താശേഷി നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ശാസ്ത്രം പറയുന്നത് പുരുഷൻ്റെ ലൈംഗികമായ താല്പര്യങ്ങളും ലൈംഗിക ലക്ഷ്യങ്ങളും സാധാരണഗതിയിൽ സ്ത്രീകളുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ലൈംഗിക മേഖലയിൽ ആദ്യമേ തന്നെ ഒരു കൃത്യമായ ലൈനിലേക്ക് വരാൻ പറ്റും. പുരുഷൻ്റെ സെക്സുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ സ്ത്രീകളുടേതിൽ നിന്ന് പെൺകുട്ടികളുടേതിൽ, പ്രായപൂർത്തിയായ സ്ത്രീകളുടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ അതാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ജഡാസക്തികളും ഉള്ളിൽ നിന്നാണ്, എല്ലാ ജഡികമായ ആസക്തികളും ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുതന്നെയാണ് ശാസ്ത്രവും പറയുന്നത്. പക്ഷേ ഈ മോൻ പറയുന്നു അവിടെ അവർ അങ്ങനെ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയെന്നാണ്. അപ്പോൾ ഒന്നാമത് ലൈംഗിക വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകണം. അപ്പോൾ എൻ്റെ ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിന് സ്ത്രീകളെ മൂടിപ്പൊതിഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളെ നോക്കി അത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒന്ന് ശാസ്ത്രീയമായ കാര്യങ്ങളെ മനസ്സിലാക്കുകയും രണ്ട് ദൈവികതയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സെക്സിൻ്റെ മേഖലയിൽ നമുക്കൊരു പക്വത കിട്ടും. മനുഷ്യനാണ്, ഇതെല്ലാം ഉണ്ടാകും, ആരും പുണ്യവാന്മാരാന്നല്ല. പക്ഷേ അതിൻ്റെ മേഖലയിൽ ദൈവം നൽകിയിരിക്കുന്ന ബുദ്ധിയും ദൈവത്തിലുള്ള ആശ്രയത്വവും മൂലമാണ് ഇതിനെ ഓവർകം ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് പോകുവാനുള്ള ഒരു ധ്വരയാണ്, വ്യഗ്രതയാണ് ഇതിൻ്റെ പിന്നിൽ കാണുന്നത്. കൃത്യമായും മുമ്പോട്ട് പോകുമ്പോൾ ഇവരത് സമ്മതിക്കുന്നില്ലെങ്കിലും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അടിസ്ഥാനപരമായ കാരണം ഇതാണ്. കാരണം അത്രത്തോളം അതുമല്ല ലൈംഗികമായ വ്യക്തിബന്ധത്തിലും വിവാഹബന്ധത്തിലുമൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം ഇത് ഭയങ്കരമാണ്. അതാണ് ഇവരെ കൂടുതൽ ആകർഷിച്ചിരിക്കുന്നതും ആ ഒരു പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് സ്വാഭാവികമായും ചിന്തിക്കുന്നു. മറ്റൊരു കാരണവും വ്യക്തമല്ല എന്നുള്ളതാണ്. മുമ്പോട്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ മോശമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള വളരെ മാന്യമായിട്ടുള്ള വസ്ത്രധാരണത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇസ്ലാം. അത് ഇസ്ലാമിക നിയമമാണ്. അപ്പൊ അതൊക്കെ ഞാൻ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിപ്പിച്ചാൽ പോരെ, അതിന് എന്തിനു വേറൊരു മതത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ആർഗ്യുമെന്റാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ആള് ഡിഫെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ബൈബിൾ ഗൗരവത്തോടെ പഠിച്ചില്ല എന്ന് പറയാൻ കാരണം. ബൈബിൾ പറയുന്നത് പുരുഷൻ്റെതായ രീതിയിലും സ്ത്രീകളുടേതായ രീതിയിലും മാന്യമായി വസ്ത്രം ധരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ അടിച്ചേൽപ്പിക്കാൻ ബൈബിൾ പറയുന്നില്ല. നന്മയും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്, ജീവനും മരണവും നിൻ്റെ മുമ്പിലുണ്ട്, നിനക്ക് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. നിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും, നിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും നിനക്ക് വിധി വരാൻ പോകുന്നത് എന്നാണ്. അല്ലാതെ ബൈബിൾ പറയുന്ന സ്ത്രീകളെ മൂടി വെക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യം, നന്മയും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്, നീയാണ് എടുക്കേണ്ടതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. വസ്ത്രധാരണമായിക്കൊള്ളട്ടെ, ഭക്ഷണമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിന് കാലാവസ്ഥയും മനുഷ്യൻ്റെ ശരീരപ്രകൃതിയും, ഇപ്പോൾ ഭാരതത്തിൻ്റെ കാലാവസ്ഥയുണ്ട്, അറേബ്യൻ നാടുകളുടെ കാലാവസ്ഥയുണ്ട്, ചൈനയുടേതുണ്ട്, യൂറോപ്പിൻ്റേതുണ്ട്, റഷ്യയുടേതുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ച് മനുഷ്യൻ്റെ വസ്ത്രധാരണ രീതിയിലും ഭക്ഷണ രീതിയിലും ലൈംഗികമായ താല്പര്യങ്ങളിലും വ്യത്യാസമുണ്ടാകുമെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു സാർവത്രികത നമുക്ക് ഭക്ഷണ കാര്യത്തിലോ ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ല. എല്ലായിടത്തും ഒരു നിയമം കൊണ്ടുവരത്തില്ല. കാരണം കാലാവസ്ഥയിൽ വൈവിധ്യത്തോടു കൂടിയാണ് പ്രകൃതിയെ സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഭാരതീയന് നല്ലതാണെന്ന് തോന്നുന്ന വസ്ത്രം ചൈനക്കാർക്ക് നല്ലതാണെന്ന് തോന്നിക്കണമെന്നില്ല, ആഫ്രിക്കക്കാർക്ക് തോന്നിക്കണമെന്നില്ല. ഭാരതത്തിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നല്ലതായിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാനീയം യൂറോപ്പിന് ചേർന്നായിരിക്കില്ല. അത് യൂറോപ്പിന് ചേർന്ന പാനീയം അറബി നാടുകൾക്ക് ചേർന്നാവില്ല. അപ്പോൾ ഇത് വൈവിധ്യമുണ്ട് എന്നുള്ളതാണ്. വൈവിധ്യത്തോടു കൂടി സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് പോലും ബിബ്ലിക്കലായി ഈ ചെറുപ്പക്കാർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആളെപ്പോഴും ഡിഫെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, എന്തായാലും
നീ എന്തായാലും നിന്റെ ഇതിൽ പൊക്കോ, ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു. അപ്പൊ ആളുടെ എന്തുകൊണ്ടാണ് ആള് ഈ ഇസ്ലാമിക വിശ്വാസത്തിൽ ആളെങ്ങനെ ആഴത്തിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുക മാത്രം എന്താണ് ഇദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ളത് എനിക്ക് ഇദ്ദേഹം ഷെയർ ചെയ്ത് തരുന്നില്ല. ആളത് ആളുടേതൊരു പേഴ്സണലായിട്ടുള്ള ഇത് വെക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിഷയം തന്നെ എടുത്തോട്ടെ, അതിലൊക്കെ തന്നെയും നമുക്ക് ഇത്രയും നമ്മുടെ മതത്തിലും അത് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ മതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതമാണ്. എല്ലാ നല്ല കാര്യങ്ങളും നന്മയും നമ്മുടെ മതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മളതിൽ ക്ഷണിക്കുന്നുണ്ട്. എന്താ ഇവിടെ വിഷയം? അപ്പോഴാണ് ആള് പറയുന്നത്, എടാ ഇത് വേറൊന്നല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ദൈവമുള്ളൂ, നമുക്ക് ഒറ്റ ദൈവമുള്ളൂ. പ്രധാന വിഷയത്തിലേക്ക് ആള് അവസാനം ഞാനിങ്ങനെ കുത്തി ചോദിക്കുമ്പോഴാണ് ആള് പറയുന്നതിനൊക്കെ ഞാനിങ്ങനെ കൗണ്ടർ ആർഗ്യുമെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവസാനമാണ് ആൾ ഇത് പറയുന്നത്, എടാ നമുക്ക് ഒരൊറ്റ ദൈവമുള്ളൂ. ഞാൻ ചോദിച്ചു, ചേട്ടാ അതിലിപ്പോ ആർക്കും സംശയമുള്ളത്? നമുക്കൊരു ദൈവമല്ലേ ഉള്ളൂ, അതിലിപ്പോ ആർക്കാണ് ഒരു സംശയമായിട്ടുള്ളത്? അപ്പൊ ചേട്ടൻ പറഞ്ഞാടാ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ക്രിസ്തീയ വിശ്വാസികള് അല്ലെങ്കിൽ ക്രിസ്ത്യാനികള് ഈശോനെ ആണ് ആരാധിക്കുന്നത്, ഈശോ നമ്മുടെ ദൈവമല്ല എന്ന് പറയാം. അപ്പൊ അപ്പോഴാണ് ആള് ആ ഒരു പോയിന്റ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ അത്രയും സമയം ഞാൻ വളരെ ആളെന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ അതിനുള്ള കൗണ്ടർ ആർഗ്യുമെന്റ് ലോജിക്കലി കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഈശോ ദൈവമല്ല എന്ന് കേട്ടപ്പോ പെട്ടെന്ന് എന്റെ ഹൃദയത്തിനൊരു പോസ് വന്നു. എനിക്ക് പിന്നെ പെട്ടെന്ന് ഞാനൊരു ആർഗ്യുമെന്റ് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈശോ ദൈവമല്ലാണോ? അപ്പൊ ഇങ്ങനെ കേട്ടാ, ഈശോ നമ്മുടെ ദൈവമല്ല, പക്ഷെ നമ്മൾ ഈശോനെ വിളിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഈശോനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് പറയണം. നമുക്ക് ഒരൊറ്റ ദൈവമുള്ളൂടെ, ഈശോ അല്ല നമ്മുടെ ദൈവം എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് എന്താണ് ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ടും ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുന്നതായിട്ടും ഈശോ ഒരു സുപ്പീരിയർ ബീയിങ്ങിനോട് ഇടപഴകുന്നതുമായിട്ടൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈശോ ദൈവം അല്ല, അല്ലെങ്കിൽ ഈശോ ദൈവം അല്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ പുരോഹിതന്മാര് നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഈശോ ആണ് നമ്മുടെ ദൈവം എന്ന രീതിയിൽ ഈശോനെ ആരാധിക്കുന്നു, നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു പോകുന്ന ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഞാൻ അപ്പോഴാണ് ഫേസ് ചെയ്യുന്നത്. നമ്മുടെ ആ ഫിത്രത്ത് കൊണ്ടാണോന്ന് അറിയില്ല, പെട്ടെന്ന് ഞാൻ അവിടെ ഒന്ന് കട്ടായി. പിന്നെ കൗണ്ടർ ചെയ്യാൻ ഇല്ല, പിന്നെ എനിക്ക് കൗണ്ടർ ചെയ്യാൻ പെട്ടെന്ന് ഞാൻ നിന്നിട്ട് അപ്പൊ ഞാൻ നിർത്തിയപ്പോ ആളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഫെൻഡിങ് ആണല്ലോ. ആള് പ്രത്യേകിച്ച് വേറെ ഇസ്ലാമിക ആശയമൊന്നും എന്നിലേക്ക് ഏൽപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്നെ അതിലേക്ക് ക്ഷണിക്കുകയോ അതൊന്നും ചെയ്യുന്നില്ല. ആള് ജസ്റ്റ് നീ നിർത്തിയാണെങ്കിൽ ഞാൻ നിർത്തി എന്നുള്ളൊരു അവസ്ഥയിലാണ് ആള് നിൽക്കുന്നത്. ആള് പെട്ടെന്ന് അത് അവസാനിപ്പിച്ചു. അപ്പോ ഇതാണ് ഫസ്റ്റ് ഈ വിഷയമായിട്ടുള്ള ഞങ്ങളുടെ ചർച്ചയിലുണ്ടായ സംഭവം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഘട്ടം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തേലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ് ബൈബിൾ പഠിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഈശോ ദൈവം അല്ല എന്ന് പറയും. അപ്പം ബൈബിൾ പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം സത്തയിൽ ദൈവവും എന്നാൽ തൻ്റെ ദൗത്യത്തിൽ രക്ഷകനും കർത്താവുമാണ് എന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിൽ അപ്പസ്തോലന്മാർ മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ബൈബിൾ പഠിച്ചിരുന്നു എന്നുള്ള വാദം എന്നാണ് ഞാൻ പറഞ്ഞ തെറ്റാണ്. ബൈബിൾ വെച്ച് വായിച്ചിട്ടുണ്ടാകാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ഭക്തരായി മാറിയിട്ടുണ്ടാകാം. അപ്പം ജീസസ് യൂത്ത് പോലെയുള്ള സംഘടനകൾ ഇത്തരം ചെറുപ്പക്കാരുടെ അനുഭവങ്ങൾ എടുക്കുകയും വിശ്വാസത്തെ അല്പം കൂടി അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കൂടി നോക്കിക്കാണുവാനും ചെറുപ്പക്കാരായവർക്കും ഇപ്പോൾ പ്രായമുള്ളവർക്കും വിശ്വാസത്തെക്കുറിച്ച് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും എല്ലാവരും ഭക്തരാണെന്ന് ധരിക്കാതെ അത് നമുക്കറിയാം. കേരളത്തിലെ സുവിശേഷ മേഖലയിൽ ശുശ്രൂഷകൾ എടുത്താൽ 99% ഭക്തരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കാരണം അവിടെ മാത്രമേ വ്യൂവേഴ്സിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കാഴ്ചക്കാരും അങ്ങനെ ട്യൂൺഡാണ്. കാര്യസാധ്യ സംബന്ധമായ, തടസ്സൽ മാറൽ സംബന്ധമായ, ഡെലിവറൻസ് സംബന്ധമായ വീഡിയോകൾക്ക് മാത്രമേ കാണികളും അതിനുള്ളൂ, പ്രസംഗകരും അതിനേ ഉള്ളൂ. പക്ഷെ അത് മോശമാണെന്നോ വേണ്ട എന്നോ അല്ല. പക്ഷേ എന്ത് പറ്റുന്നുവെന്ന് ചോദിച്ചാൽ വിശ്വാസത്തെക്കുറിച്ചുള്ളതായ ലോജിക്കലായ ചോദ്യങ്ങൾ, വിശ്വാസത്തിൻ്റെ അനിവാര്യത, ഇവയൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ അല്പം കൂടി കുറച്ചുകൂടി ഗൗരവബോധത്തോടെ
വിശ്വാസത്തെ എടുക്കുവാനും മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും നേതൃത്വം കൊടുക്കുന്ന സംഘടനകളും വ്യക്തികളും തയ്യാറാകുന്നില്ല എങ്കിൽ ഇത്തരം ചെറുപ്പക്കാർ സ്വർഗത്തിൽ സെക്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് പോകും. തീറ്റയ്ക്കും കുടിക്കും സെക്സിനും വേണ്ടി നിത്യമായ തീറ്റ, നിത്യമായ കുടി, നിത്യമായ സെക്സ്, ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്. ഉസ്താദുമാരുടെ ധാരാളം വീഡിയോകളുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. ഇനിയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ അഥവാ ഇവർ ഈ രണ്ട് ചെറുപ്പക്കാർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മർമ്മഭാഗത്തേക്ക് കടക്കുകയാണ്. ഈശോ ഈ പറയുന്ന ഈശോ മരിച്ചു, അങ്ങനെ ഇവർക്ക് ഈശോ ഇങ്ങനെ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ, ആ പ്രബോധന ഉത്തരവാദിത്വം നടത്താണ് ഈ ഈശോന്റെ ശിഷ്യന്മാർ. നടത്തുന്ന സമയത്ത് ഒരു മുടന്തൻ അവിടെ സുഖപ്പെടുന്നുണ്ട്. ഒരു മുടന്തനായിട്ടുള്ള ഒരു വ്യക്തി, ജന്മന മുടന്തനാണ്, നടക്കാനൊന്നും കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെ പത്രോസ്ലീഹ കൈ പിടിച്ച് ഉയർത്തുമ്പോൾ ആ വ്യക്തി അവിടെ സുഖപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് സുഖപ്പെട്ടപ്പോൾ ആളുകളൊക്കെ ഇത് കണ്ട് ഭയങ്കര അത്ഭുതം കാണിച്ച് അവിടെ ചുറ്റും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയാണെങ്കിൽ ഇവരെ വിട്ട് മാറാണ്ട് ഇവരുടെ കൂടെ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും, നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ സമയത്ത് പത്രോസ്ലീഹ, അപ്പൊ ഈ പറയുന്ന സോളമന്റെ മണ്ഡപം എന്ന് പറയുന്ന സുലൈമാൻ നബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. ഒരുപാട് ജനങ്ങൾ അവിടെ വട്ടം കൂടുന്നുണ്ട്, ഇവരുടെ ചുറ്റും ഓടിക്കൂടുന്നതായിട്ടൊക്കെ ബൈബിളിൽ ആ സമയത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പത്രോസ്ലീഹ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, പത്രോസ്ലീഹ പറയണം, ഓൾമോസ്റ്റ് സെയിം വചനങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. പത്രോസ്ലീഹ പറയണം, അതായത് ഞങ്ങളുടെ കഴിവ് കൊണ്ട് ഇവനെന്തോ അല്ലെങ്കിൽ ഇവനെ ഈ അത്ഭുതം നടത്തി എന്ന മട്ടിൽ ഞങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിനും, ഈ ജനങ്ങളോടും ഈ വ്യക്തിയോടും കൂടിയിട്ട് പറയണം. ഞങ്ങളുടെ കഴിവ് കൊണ്ട് എന്തോ സംഭവിച്ചു എന്ന മട്ടിൽ നിങ്ങൾ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്. എന്നിട്ട് പറയാണ് പത്രോസ്ലീഹ പറയാണ്, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി. ഇവിടെ എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇവിടെ നടന്ന ഈ അത്ഭുതത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ജനങ്ങൾ മുഴുവൻ ഓടിക്കൂടുന്ന സമയത്ത്, അവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് അതിന്റെ അടിസ്ഥാനത്തെ പ്രബോധനം ചെയ്യാണ്. നിങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾ എന്തോ ചെയ്ത മട്ടില്ല, ഞങ്ങളെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് അബ്രഹാത്തിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്റെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയിരിക്കും. അപ്പൊ ഇത് പറയുന്നത് ഈശോന്റെ കൂടെ സഹവസിച്ച് 3 വർഷത്തോളം ഈശോന്റെ കൂടെ രാപ്പകലില്ലാതെ ഈശോയിൽ നിന്നും പഠനം നടത്തിയ ഈശോന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, ക്രൈസ്തവ റോമൻ കത്തോലിക്ക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ് തന്റെ വിശ്വാസ പ്രഖ്യാപനം ജനങ്ങളുടെ ഇടയിൽ. ഞാൻ നോക്കിയപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബൈബിളിൽ കുറെ ഉപമകൾ വെച്ചിട്ട് ഈശോ സംസാരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഉപമയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് ദാസനും യജമാനും. ദാസനും യജമാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉപമകൾ ബൈബിളിൽ കാണാൻ പറ്റും. അപ്പൊ ദാസൻ എന്ന് പറയുന്നത് അല്ല യജമാനൻ, യജമാനനല്ല ദാസൻ. യജമാനെ സംബന്ധിച്ചിടത്തോളം ആ യജമാനനെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് ദാസൻ എന്ന് ബൈബിളിലെ സകല ഉപമകളിൽ, ദാസൻ എന്ന് എവിടെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ അവിടുത്തെ ഉപമകളുടെ ഒക്കെ കോണ്ടെക്സ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും, തന്റെ യജമാനനെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദാസൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പത്രോസിലെ പ്രഖ്യാപിക്കുകയാണ്, ഈ ജനങ്ങളൊക്കെ ഓടിക്കൂടുന്ന സമയത്താണെന്ന് ആലോചിക്കണം. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഈ ജനങ്ങളൊക്കെ ഓടിക്കൂടുന്ന സമയത്ത് ഈ ഈശോ എന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഈശോനെ ദൈവമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരം ആണ്, പ്രബോധനത്തിന് പറ്റിയ അവസരമാണ്. ആളുകൾ, അതും സോളമന്റെ മണ്ഡപം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യൽ ഒരു സ്ഥലമാണ്. സോളമൻ പ്രവാചകന്റെ അദ്ദേഹം ഉണ്ടാക്കിയ മണ്ഡപം. ഇവിടെയും സോളമൻ രാജാവാണ്, പക്ഷെ ഇവിടെ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് സോളമൻ പ്രവാചകൻ എന്നാണ്. അങ്ങനെ സംഭവം. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞത്, ബൈബിൾ ഞങ്ങൾ വായിക്കും പഠിക്കുമെന്നുള്ള വാദം തികച്ചും അസ്ഥാനത്തും
താൻ എന്തുകൊണ്ട് പുതിയ ഒരു മതത്തിലേക്ക്, ക്രിസ്ത്യാനിറ്റി മതമല്ല എന്നുള്ള വിഷയവും ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കുന്നില്ല. അത് ദൈവം സ്നേഹമാണ് എന്ന് മനസ്സിലാക്കുകയും ആ സ്നേഹത്തിൻ്റെ തെളിവ് ക്രിസ്തുവിൽ കണ്ടെത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ജീവിതം, ഒരു വീണ്ടും ജന്മത്തിൻ്റെ ജീവിതമാണ് ക്രിസ്ത്യാനിറ്റി ആവശ്യപ്പെടുന്നതെന്നും ഒന്നും മനസ്സിലാക്കാതെ സോളമനെ പ്രവാചകനാക്കുകയാണ്. സോളമൻ രാജാവായിരുന്നുവെന്നും ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ച ആളായിരുന്നുവെന്നും ആ ജെറുസലേം ദേവാലയം ഇരുന്നിടമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇപ്പോൾ കടന്നാക്രമണം നടത്തി കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുമുള്ള ചരിത്രമായ സത്യങ്ങൾ കൺമുമ്പിൽ നിൽക്കെയാണ് ഈ കുഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് എന്നുള്ളതാണ്. സ്വന്തം വാദഗതികളിൽ തന്നെ മുഴുവൻ കോൺട്രഡിക്ഷൻസാണ്. ഇനി മുമ്പോട്ട് കേൾക്കാം. അപ്പൊ അവിടെയാണ് ജനങ്ങൾ ഓടിക്കൂടി നിൽക്കുന്നത്. ഇത്രയും വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അപ്പൊ ജനങ്ങളൊക്കെ കാതോർത്തിരിക്കുകയാണ്, ഇവരെന്താ പറയുന്നത്, സ്തബ്ധരായിട്ട് നിൽക്കണം. ആ സമയത്താണ് ഇവിടെ പ്രഖ്യാപനം നടക്കുന്നത്. എന്ത്? അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ പരിശുദ്ധ ദാസനായ യേശുക്രിസ്തുവിനെ മാറ്റപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു മുസ്ലിമിന്റെ വിശ്വാസം അവിടെ ഈശോന്റെ ശിഷ്യൻ പ്രഖ്യാപിക്കാം, അബ്രഹാത്തിന്റെയും ഇബ്രാഹിം നബിയുടെയും ഇസാഖ് നബിയുടെയും യാക്കോബ് നബിയുടെയും ദൈവം, അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ. വീണ്ടും ഈ പ്രവാചകൻ ആരാണ്, നേതാക്കൾ ആരാണെന്ന് അറിഞ്ഞുകൂടാ. പൂർവ്വപിതാക്കന്മാരും പ്രവാചകരും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കുഞ്ഞ് ബൈബിൾ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം. അബ്രാഹാം ആരോടാണ് പ്രവചിച്ചത്? അബ്രാഹാം എന്താണ് പ്രവചിച്ചത്? അബ്രാഹത്തിലൂടെ വിളിച്ചൊരു ജനതയെ വേർതിരിക്കുകയും വിശ്വാസികളുടെ പിതാവെന്ന രീതിയിലേക്ക് വിശ്വസിക്കുന്നവരുടെ പിതാവായി അതിന് മാനദണ്ഡമായി ദൈവം ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. സോളമൻ ആരോടാണ് പ്രവചിച്ചത്? അതേപോലെ ആദം നബി എന്നാണ് വിളിക്കുന്നത്. ആദം ആരോടാണ് പ്രവചിച്ചത്? ഏദൻ തോട്ടത്തിൽ മരങ്ങളോട് പ്രവചിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പ്രവചിക്കണമെങ്കിൽ അവിടെ ഒരു ജനതയുണ്ടാകണം. അബ്രാഹത്തെ വിളിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രവാചക ദൗത്യത്തോടു കൂടിയല്ല വിടുന്നത്. പ്രവചിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. പ്രവാചകൻ എന്ന് പറയുന്ന തിരുത്തൽ ശക്തിയാണ്. ദൈവത്തിൽ നിന്ന് ജനം മാറിപ്പോകുമ്പോൾ, രാജാക്കന്മാർ മാറിപ്പോകുമ്പോൾ അവരെ ദൈവിക വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന തിരുത്തൽ ശക്തികളെയാണ് സാധാരണ സെൻസിൽ നമ്മൾ പ്രവാചകർ എന്ന് പറയുക. അതാണ് ജെറമിയായും ഏശയായും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കുഞ്ഞ് ബൈബിൾ പഠിച്ചു എന്നുള്ള വാദം ഒരു ആലങ്കാരിക പ്രയോഗമാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസം എന്നെല്ലാം പറയുന്നത് താൻ സ്വീകരിച്ചിരിക്കുന്ന പുതിയ മതത്തിൻ്റെ ആധികാരികതയിൽ സ്വയം ന്യായീകരണങ്ങൾ, കാര്യകാരണങ്ങൾ കണ്ടെത്തി സംതൃപ്തി അടയുക എന്നുള്ള മനസ്സാക്ഷിയിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലുകൾ മാത്രമാണ് ഇത് എന്നുള്ളതാണ്. തുടർന്ന് കേൾക്കാൻ അല്പം കൂടിയുള്ളൂ. ആ ദൈവത്തിന്റെ ഒരു പരിശുദ്ധനായ ദാസൻ മാത്രമാണ് ഈശോ. ഇതാണല്ലോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിയെ കുറിച്ച് പറയുന്നത്. ഇതേ വിശ്വാസം ഈശോയുടെ ശിഷ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ പ്രഖ്യാപിക്കാം. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സന്ദർഭത്തിൽ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണ്, വാക്കുകൾ ക്ലിയർ ആണ്, വേറെ അർത്ഥ ദുർവ്യാഖ്യാനങ്ങൾക്ക് ഒരു സ്ഥാനമില്ല. ഇപ്പൊ തൗഹീദ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ബൈബിള് വായിച്ച സമയത്ത്, ബൈബിൾ പഠിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനെ മറ്റാരുമില്ല, ആ അള്ളാഹു അല്ല ഈശോ എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈശോയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന വചനങ്ങൾ ഉണ്ട്. വേണമെങ്കിൽ ഒരുപാട് വചനങ്ങൾ എനിക്ക് പിന്നെയും എടുത്ത് ഉദ്ധരിക്കാൻ പറ്റും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഇത് കിട്ടുന്ന ഒരു സത്യാന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം ഒന്നും വേറെ വായിക്കേണ്ടതില്ല, വേണ്ട. ഇപ്പൊ നമ്മളൊരു ഒരു 10 ലിറ്റർ പാലില് ഒരു ചെറിയ കഷ്ണം എന്തെങ്കിലും ഒരു വേസ്റ്റ്, ആ ഒരു ചെറിയ കഷ്ണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പാല് മൊത്തം പിന്നെ കുടിക്കാൻ യോഗ്യമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ടെസ്റ്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും ആധികാരികമായിട്ട് ഇവിടെ വിഷയം തെളിഞ്ഞപ്പോൾ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്തുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഞാൻ ഈ ബൈബിളിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു വിഷയം, പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കാനിടയുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ കുറെ തെറ്റുകൾ കണ്ടു അല്ലെങ്കിൽ കുറെ പിഴവുകൾ കണ്ടെത്തി എന്നത് കൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അതല്ല കേട്ടോ കാരണം.
ഖുർആനിനെ കുറിച്ച് പഠിക്കാനിടയ ഒരു സാഹചര്യം മാത്രമാണ് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രസക്തമായ 10-15 മിനിറ്റോളം ഭാഗങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് എടുത്തെന്നുള്ള വാദമൊന്നും ഈ ചെറുപ്പക്കാരെ പിള്ളേർ പറയാതിരിക്കട്ടെ എന്നോർത്താണ്. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞ് പറയുന്നത് തൗഹീദ്, ഏകദൈവ വിശ്വാസം. മോനെ, ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം, ദൈവത്തിന് തൻ്റെ എണ്ണത്തെക്കുറിച്ച്, സൃഷ്ടാവിന് തൻ്റെ എണ്ണത്തെക്കുറിച്ച് സംശയം ഉണ്ടാകില്ല മോനെ. കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളെക്കുറിച്ച്, എണ്ണത്തെക്കുറിച്ച് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം മക്കൾക്ക് സ്വാഭാവികമായും മാതാപിതാക്കളായിട്ട് അവർ ഒരു ജോഡി ഉണ്ടാവുള്ളൂ. അപ്പോൾ സൃഷ്ടാവ് ഒരിക്കലും തനിക്ക് പുറത്തൊരാളുണ്ടെന്ന് ചിന്തിക്കില്ല. ഒന്ന്. രണ്ടാമത്, യേശു അല്ല അള്ളാഹു, ഒരു സംശയവുമില്ല. തന്നെയോ തൻ്റെ പ്രവാചകനെ എതിർക്കുന്നവരുടെ കൈകാലിടത്തും വലത്തുനിന്നും വെട്ടുക, അവരെ ക്രൂശിക്കുക എന്ന് പറയുന്ന ഖുർആൻ 5-ാം അധ്യായത്തിൽ 33. ഞാൻ ഭയമിട്ട് കൊടുക്കും, നിങ്ങൾ കഴുത്തുകൾക്ക് മീതെ വെട്ടിക്കൊള്ളുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖുർആൻ 59-ാം അധ്യായം മദീനയിൽ നിന്ന് യഹൂദരെ ഓടിക്കുകയാണ്. ആരോടിക്കുന്ന? അള്ളാഹു. യേശു ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പസ്തോലന്മാരെ പറഞ്ഞു വിട്ടിട്ട് ജനഹൃദയങ്ങളെ ക്രിസ്തു കീഴടക്കുന്നത് ആയുധത്തിലൂടെയോ സംഘബലത്തിലൂടെയോ സംഘടിത അവസ്ഥയിലൂടെയല്ല. അതുകൊണ്ട് അള്ളാഹു അല്ല യേശു ക്രിസ്തു കുഞ്ഞെ. ഒരിക്കലും ക്രിസ്തുവിന് അങ്ങനെ ആകാൻ പറ്റില്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത് ഈ ചെറുപ്പക്കാരോട്, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ട്, തിരുവചനം പറയുന്നുണ്ട്, വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ അത് ശരിയായ അറിവിൽ നിന്നല്ല എന്നുള്ളതാണ്. കാരണം ഒരിക്കലും സൃഷ്ടാവായ ദൈവം തൻ്റെ എണ്ണത്തിൻ്റെ പേരിൽ സൃഷ്ടികളെ തമ്മിൽ അടുപ്പിക്കില്ല. മാത്രവുമല്ല, മനുഷ്യരാശി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം ദൈവത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ചല്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങൾ ദൈവിക വിഷയങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എണ്ണമല്ല പ്രശ്നം. പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഒരപ്പനെ ഉണ്ടാവുകയുള്ളൂ, പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവേ ഉണ്ടാവുകയുള്ളൂ. ആ കാര്യത്തിൽ പിന്നെ നമ്മൾ തർക്കിക്കേണ്ടതോ ചിന്തിക്കേണ്ട വിഷയമൊന്നുമില്ല. പിന്നെ ദൈവത്തിന് വേണ്ടി മനുഷ്യൻ തർക്കിക്കേണ്ട കാര്യമില്ല മക്കളെ. ദൈവം തന്നാൽ താനാകാൻ കഴിയുന്നവനാണ് ദൈവം. ഞാൻ ആകുന്നവനാകുന്നു. പിന്നെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളതായ മാർഗമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവാണോ ശരിയെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ സംസാരിച്ച വ്യക്തി ആരാണ്? അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ശരിയായ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? സൃഷ്ടികൾക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയിലേ സംസാരിക്കുകയുള്ളൂ. അത് പഠിപ്പിച്ചത് ക്രിസ്തുവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പോലും മോന് സാധിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കുഞ്ഞ് ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ കുഞ്ഞ് പഠിച്ചിട്ടില്ല. ഇനി മോൻ്റെ തന്നെ ആർഗ്യുമെൻറ്റ്സ് എടുക്കാം. എന്താ പറഞ്ഞത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. തന്നെ തന്നെ മഹത്വപ്പെടുത്തി എന്നല്ല, അവർ ഒറ്റ തിരുവചനത്തിൽ തന്നെ കുഞ്ഞിൻ്റെ ആർഗ്യുമെൻറ്റ്സിന് മറുപടിയുണ്ട്. സത്യാന്വേഷി ആയിരുന്നെങ്കിൽ അബ്രാഹത്തിൻ്റെ ദൈവം തന്നെ ദൈവത്തെ തന്നെ മഹത്വപ്പെടുത്തിയെന്നല്ല പറഞ്ഞത്, തൻ്റെ പരിശുദ്ധ ദാസനെ. അപ്പോൾ ഈ പരിശുദ്ധ ദാസൻ എന്ന് പറയാൻ കാരണം എന്താണ്? അതാണ് കുഞ്ഞിന് കൺഫ്യൂഷൻ ഉണ്ടായത്. അത് ഞാനിവിടെ നമുക്ക് കാണാൻ പറ്റും. മോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം എടുത്തൊന്ന് വായിക്കുക. യേശു അവരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യനായി പിറന്നതുകൊണ്ട് ആ ഒരു പ്രയോഗം വരികയാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പം മനുഷ്യനാണ്, സമ്പൂർണ്ണ മനുഷ്യനാണ്. മനുഷ്യന് അനുകരിക്കാൻ അവൻ പാപമൊഴികെ എല്ലാ കാര്യങ്ങളും നമ്മൊരുവനായി മാറി. അത് കുഞ്ഞ് പഠിച്ചില്ല. അതുകൊണ്ടാണ് ദാസൻ എന്നതുകൊണ്ട് മനുഷ്യപുത്രൻ എന്ന ഭാഗം ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ കൂടിയാണ് എന്നുള്ള ഇതാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നോക്കിക്കോ, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ചിലർ പറഞ്ഞ് പ്രവാചകര, ചിലർ പറഞ്ഞ് സ്നാപകന, ജെറമിയായ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മോൻ പറഞ്ഞല്ലോ മാർപ്പാപ്പ, ആദ്യത്തെ മാർപ്പാപ്പ എന്നുള്ള പ്രയോഗം. അപ്പോൾ ഈ പത്രോസ്ലീഹ തന്നെ പറയുകയാണ്, നീ ഇവിടുന്ന് വായിക്കാം, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. മനുഷ്യനായി പിറന്നതുകൊണ്ട് ദാസനെന്നും അറ്റ് ദ സെയിം ടൈം ഹീസ് ക്രൈസ്റ്റ് ദ അനോയിന്റഡ് വൺ, അവൻ ക്രിസ്തുവാണ് എന്ന് പഠിപ്പിക്കുന്നു. കുഞ്ഞെന്തുകൊണ്ട് ഇത് വായിച്ചില്ല? ഇനി അതേതിൽ തന്നെ മോനെടുത്ത ആർഗ്യുമെൻസിലോട്ട് വരാം. തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ട് പറയുന്നത്, തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദാസനായി മാറിയത് എന്തിനാണ്? നമ്മിലൊരുവനായി മാറിയത് അനുകരണീയമായൊരു മാതൃക നൽകാനാണ്. പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ രക്ഷ പഴയ നിയമത്തിലുണ്ട്, അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു കൊണ്ടുവന്നത്. അപ്പം നിയമത്തിലൂടെയുള്ള രക്ഷയും കൃപയിലൂടെയുള്ള രക്ഷയും, ഇത് രണ്ടിനെ നിഷേധിച്ചുകൊണ്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? മുഹമ്മദ്.
ക്രിസ്തു പറയുന്നുണ്ട്, ആരെങ്കിലും തന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കും. ഞാൻ വന്നത് എന്തിനാണ്? ദൈവം പിതാവാണെന്ന് പഠിപ്പിക്കാൻ, ദൈവത്തിന് മതമില്ലെന്ന് പഠിപ്പിക്കാൻ, എണ്ണത്തിന് വേണ്ടി അടിയുണ്ടാക്കണ്ട എന്ന് പഠിപ്പിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തമ്മിൽ തല്ലേണ്ട എന്ന് പഠിപ്പിക്കുവാൻ, നിങ്ങളുടെ ബലികൾ മൂലമല്ല എൻ്റെ ബലി മൂലമാണ് നിങ്ങളുടെ രക്ഷ എന്ന് പഠിപ്പിക്കാനാണ് ക്രിസ്തു വന്നത്. തെറ്റായ ബോധ്യങ്ങളെ മാറ്റി. ഞാനിവിടെ വായിക്കാമേ. മോൻ 2-ാം അധ്യായം വായിച്ചിട്ടാണ് 3-ാം അധ്യായത്തിലോട്ട് കടന്നതെന്ന് ഞാൻ കരുതുകയാണ്. 2-ാം അധ്യായം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ മോൻ സ്നാനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, വീണ്ടും ജനിച്ചിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ഉറവിടമാകയാൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്തേനെ, വചനം പഠിപ്പിച്ചേനെ. ഇനി വീണ്ടും 3-ാം അധ്യായത്തിൻ്റെ മോനിവിടെ കോട്ട് ചെയ്ത 3-ാം അധ്യായത്തിന് 14-ാം തിരുവചനം: പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. ആ ദാസനെ പിന്നെ ആരാന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഈ ദാസൻ ആരാന്ന് താഴേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കുഞ്ഞെ. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു, പകരം ഒരു കൊലപാതകയെ വിട്ട് കിട്ടാൻ പറഞ്ഞു. 5, ജീവൻ്റെ നാഥനെ നിങ്ങൾ വധിച്ചു. ജീവൻ്റെ നാഥൻ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നമുക്ക് കാണാനും അറിയാനും തൊടാവുന്ന രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ തന്നെ ഒരു ദാസൻ്റെ മനുഷ്യരൂപത്തിലേക്ക് വന്നതുകൊണ്ടാണ് നാഥൻ, ദാസൻ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കുഞ്ഞ് പഠിച്ചു എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. പഠിച്ചില്ല, ഭക്തനായിരുന്നു എന്ന് ശരിയാണ്. അപ്പോൾ ഭക്ത സ്റ്റേജിൽ നിന്ന് ശിക്ഷിത സ്റ്റേജിലേക്ക് വരുന്നില്ല എങ്കിൽ പ്രശ്നമുണ്ടാകും. ജീവൻ്റെ നാഥനെ നിങ്ങൾ വധിച്ചു. ഉണ്ടോ? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതായത് അവൻ ആ പ്രക്രിയ വരുന്ന അവൻ്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിലാണ്. ദൈവത്തെ വെടിയുന്നില്ല, പക്ഷേ അത് അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യത്വത്തിലാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്തു കുരിശ് വരച്ചു, പ്രാർത്ഥിച്ചു എന്നെല്ലാം പറഞ്ഞത്. അതെല്ലാം അവൻ്റെ മനുഷ്യത്വത്തിലാണ്. അപ്പോൾ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ, ആദാമിക പാപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് മനുഷ്യൻ്റെ പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് ക്രിസ്തു കാണിച്ചു തന്നത്. ആദത്തിൻ്റെ അനുസരണക്കേടിനെ അനുസരണം കൊണ്ട് ക്രിസ്തു പരിഹരിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗത്തെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതെ ക്രിസ്തു പരിഹരിച്ചു. ജഡിക പാപങ്ങളെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് പാപം ചെയ്യാതെ തൻ്റെ ശരീരത്തിൽ മരണത്തിന് ശിക്ഷ വിധിച്ചു, പാപത്തിന് ശിക്ഷ വിധിച്ചു. അതുകൊണ്ടാണ് ദാസൻ എന്ന പ്രയോഗം പറയുന്നത് കുഞ്ഞേ. ഇനി 6, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമമാണ്, അവൻ്റെ നാമം. അപ്പോൾ കുഞ്ഞ് ഈ 3-ാം അധ്യായം തന്നെ കൊച്ചു വായിച്ച 3-ാം അധ്യായത്തിലും തന്നെയാണ് ഞാനിത് വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി. അപ്പം ഇവിടെ തന്നെ ഇത്രയും ക്ലിയർ ആയിട്ട് ഇതിന് വ്യാഖ്യാനം ഉണ്ടായിരിക്കെ മോനിങ്ങനെ പരസ്യമായി പറയുമ്പോൾ ബൈബിളിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ കുഞ്ഞിന് മറുപടിയായിട്ട് വന്നത്. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമമാണ് ഇവനെ സുഖപ്പെടുത്തിയത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നാമം മൂലം. അപ്പം ഞാനാണ് വഴിയും സത്യവും ജീവനും, ദൈവത്തിങ്കിലേക്കുള്ള ഏക മാർഗം ഞാനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ തൻ്റെ അഭിഷിക്തൻ ഇതെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് കുഞ്ഞെ. അതുകൊണ്ടാണ് ദാസൻ, പരിശുദ്ധൻ, രക്ഷകൻ, കർത്താവ് ഇങ്ങനെയെല്ലാം പറയുന്നത്. ബൈബിൾ പഠിക്കണമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരുന്ന യേശുവിനെ, അപ്പോൾ യേശുവുണ്ട്, ക്രിസ്തുവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന, നമ്മുടെ രക്ഷകനും കർത്താവുമായി, മനുഷ്യകുലത്തിൻ്റെ രക്ഷകനും കർത്താവുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇനി 4-ാം അധ്യായത്തിന് 9-ാം തിരുവചനം: നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചിരിക്കുന്നത്. നോക്കിയാൽ തുടർന്ന് മുഴുവൻ 3-ഉം 4-ഉം അധ്യായങ്ങളിൽ മോനി പറഞ്ഞ ദാസനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി, ആ കല്ല് യേശുവാണ്, മറ്റാരിലും രക്ഷയില്ല. 4-11 ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പം രക്ഷയുടെ നാമം, അഭിഷിക്തൻ, കർത്താവ് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട് കുഞ്ഞെ. കോണ്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു വചനത്തിൽ നിൽക്കുന്നതല്ല കോണ്ടസ്റ്റ്. അപ്പോൾ മോൻ തന്നെ പറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ, പത്രോസ് ശ്ലീഹ, ഞാൻ പൗലോസ് ശ്ലീഹയിലേക്ക് പോകാതെയാണ് കുഞ്ഞിന് മറുപടി പറയുന്നത്. കുഞ്ഞ് ബൈബിളിനെ വലിച്ചിഴച്ചത് കൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇനി ഈ 4-5 അധ്യായങ്ങളിൽ അപ്പസ്തോലന്മാർ കാരാഗ്രഹവാസം അനുഭവിക്കുന്നുണ്ട്, ചാട്ടവാറടി ഏൽക്കുന്നുണ്ട്, പീഡനമേൽക്കുന്നുണ്ട്. എന്തിനാ? യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചതുകൊണ്ടാണ്, യേശുവിനെ ഉയർത്തിയത് കൊണ്ടാണ് അവർക്ക് പീഡനമുണ്ടായത്. യേശു രക്ഷകനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്,
യേശു കർത്താവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവത്തിലേക്കുള്ള ഏക മാർഗം, രക്ഷയുടെ ഏക മാർഗം ക്രിസ്തുവാണ് എന്ന് ധൈര്യസമേതം ജെറുസലേമിൽ പ്രസംഗിച്ചതുകൊണ്ടാണ് അവർക്ക് കാരാഗ്രഹവാസവും പീഡനവും അവർ വധിക്കപ്പെടുകയും ചെയ്തത്. കുഞ്ഞേ, അപ്പം ഇനി ഈ നാമത്തിൽ ആരോടും സംസാരിക്കരുത്, നമുക്ക് അവരോട് താക്കീത് ചെയ്യാം. ഉണ്ട്, യേശുവിൻ്റെ നാമം ഉപയോഗിക്കലെന്ന് പേടിപ്പിക്കുക. അപ്പസ്തോലന്മാർ കർത്താവായ യേശു ഇത് മനസ്സിലാക്കണം കുഞ്ഞേ. എത്ര മനോഹരമായിട്ട് വചനം. ബൈബിളിനെതിരായ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം മോനെ ബൈബിളിലുണ്ട്. കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് അവർ വലിയ സാക്ഷ്യം നൽകി. ഇത്ര ക്ലിയറായിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നോക്കിക്കേ, ഇനി ഒരു ഭാഗം കൂടെ വായിച്ച് നിർത്താം മോനെ. യേശുവാണ് ക്രിസ്തു എന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നത്? അപ്പോൾ കുഞ്ഞ് മനസ്സിലായി, കുഞ്ഞ് എത്തപ്പെട്ടിരിക്കുന്ന മതത്തിൻ്റെ പ്രത്യേകത. യേശുവിനെ കൊണ്ട് കള്ളം പറയുന്ന ആരാണ്? യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഏകദൈവ വിശ്വാസം നഷ്ടപ്പെടുന്നില്ല മോനെ. അത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് അള്ളാഹുവിനൊപ്പം മുഹമ്മദ്, ഷഹാദത്ത് കലിമ ചെല്ലുമ്പോൾ അള്ളാഹുവിനൊപ്പം മുഹമ്മദിനെ ചേർത്ത് വെക്കണം, ഇല്ലെങ്കിൽ നിഷേധിച്ചാൽ രക്ഷയില്ല. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, താരതമ്യം ചെയ്യുകയല്ല. ഇവിടെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിലേക്കുള്ള മാർഗം ക്രിസ്തു. ആ ക്രിസ്തു എന്ന് പറയുമ്പോൾ ആ പേരിൻ്റെ വിഷയമൊന്നുമല്ല. ആ മാർഗം എന്താ? സ്നേഹത്തിൻ്റെ മാർഗമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്നേഹമെന്ന പേര് അള്ളാഹുവിനുണ്ടോ മോനെ? ഇല്ല. ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹു ഞാൻ സ്നേഹമാണെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അള്ളാഹുവും യേശുവും ഒന്നാകും? മനുഷ്യൻ ഇന്ന് ഏറ്റവും നഷ്ടപ്പെട്ടിരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം പഠിപ്പിക്കാനാണ് ക്രിസ്തു വന്നത്, രക്ഷിക്കാനായിട്ടാണ് അവൻ വന്നത്. യേശുവാണ് ക്രിസ്തു എന്ന് അംഗീകരിക്കാത്തവനാണ് കള്ളം പറയുന്നത്. ഇനി ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുക, യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശു ക്രിസ്തുവായി മാറി എന്ന് സമ്മതിക്കാത്തവൻ ദൈവത്തിൽ നിന്നല്ല. ഇത്ര ക്ലിയറാണ് കാര്യങ്ങൾ. പിതാവ് പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. 4:14 വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചിരിക്കുന്നു. ക്രിസ്തു രക്ഷകനാണ്. സത്തയിൽ ദൈവമായിരിക്കുമ്പോഴും അവൻ രക്ഷകനാണ്, കർത്താവാണ്. യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ്, അടിമയല്ല. ഇത് കുഞ്ഞിന് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇനി ഇത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന് 1-ാം തിരുവചനമാണ്. യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ദൈവപുത്രരാണ്, അടിമകളല്ല. അടിമകളെ സൃഷ്ടിക്കാൻ ദൈവത്തിന് എന്താണ് അടിമകളെ സൃഷ്ടിക്കേണ്ട കാര്യം? ഇനി 2-ാമത്തെ ലേഖനം 7-ാം തിരുവചനം, അനേകം വഞ്ചകർ ലോകത്തിലുണ്ട്. അവരെങ്ങനെയാണ്? യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും എതിർ ക്രിസ്തുവും. ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്ര കൃത്യമായിട്ടാണ് അപ്പോസ്തലൻ ഇത് പഠിപ്പിക്കുന്നത്. ഇനി 2 പത്രോസ് 2-ാം അധ്യായം 1-ാം തിരുവചനം, തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കും. വില കൊടുത്ത് വാങ്ങിയ നാഥനാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നു. കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ പഠിപ്പിക്കുകയാണ്. വീണ്ടും പത്രോസിലെ 1-ാം അധ്യായം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇത്ര ക്ലിയറാണ് കാര്യങ്ങൾ. അപ്പോൾ എവിടെയാണ് മോനെ ഇതിനകത്ത് കൺഫ്യൂഷൻ കിടക്കുന്നത്? ഒരു കൺഫ്യൂഷനും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. അപ്പോൾ യേശു ആരാണ്? ഏകമാർഗമാണ്, രക്ഷകനാണ്, കർത്താവാണ്. ഇനി 10-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായും പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് എന്താണ് ഞങ്ങളോട് ക്രിസ്തു കൽപ്പിച്ചത്. അത് ക്ലിയറാണ് കുഞ്ഞ്, അതും കൂടെ വായിച്ചു നിർത്താം. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾ കൽപ്പന കിട്ടി. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവ് ക്രിസ്തുവാണ്. മനുഷ്യപുത്രൻ തൻ്റെ സർവ്വമഹത്വത്തിലും വിധിക്കായി വരും. നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിക്കും വിധികർത്താവ്. കൃത്യമാണ്. എല്ലാ ലേഖനങ്ങളും മോനെന്ന് എടുത്തു നോക്കുക. അപ്പോസ്തലന്മാർ എഴുതിയ എല്ലാ ലേഖനങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും, നമ്മുടെ രക്ഷകനും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും. അതുപോലെ തന്നെ യേശുവിനെ കർത്താവും രക്ഷകനുമായി നൽകിയിരിക്കുന്ന ലോകത്തോട് സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അത് ഇനി ഖുറാനിലേക്ക് വന്നോളൂ. ഖുറാനിൽ തന്നെ നിങ്ങൾ നോക്കുക, ഈസാ അൽ മസിഹ് എന്ന് പറയുന്ന എവിടെ ജീവിച്ചു എന്ത് ചെയ്തു എന്ന് അറിയത്തില്ലാത്തതും എന്നാൽ അള്ളാഹു മറിയാമിൻ്റെ ഫർജിൽ, ഒരു സ്ത്രീയുടെ ഫർജിൽ ഊതി ജന്മം കൊടുത്ത വ്യക്തിയുമാകുന്ന അള്ളാഹുവിൻ്റെയും മറിയാമിൻ്റെയും കുട്ടി ഈസാ അൽ മസിഹാണ് വിധികർത്താവായി വരുന്നതെന്ന് ഖുറാനും തഫ്സീറുകളും പഠിപ്പിക്കുന്നില്ലേ? അപ്പം അതിൻ്റെ മുകളിലേക്ക് എങ്ങനെ മുഹമ്മദ് വന്നു എന്ന് മോനെന്ന് ചിന്തിച്ച് നോക്കിക്കേ. വീണ്ടും വരുന്ന
ബൈബിളിലെ യേശുവുമായി ബന്ധമില്ലാത്ത ഖുറാനിലെ ഈസാ അൽ മസീഹ്, അള്ളാഹു മിറിയാമിൽ ഊതി ജന്മം കൊടുത്ത കുട്ടിയാകുന്ന ഈസാ അൽ മസീഹാണ് വീണ്ടും വരുന്നത്. അതുപോലെ അവൻ മരിച്ചിട്ടുമില്ല. ഇപ്പം മരിക്കാത്തവനും വീണ്ടും വരുന്നവനും അള്ളാഹു ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്ത ഈസാ അൽ മസീഹിൻ്റെ മുകളിലേക്ക് തന്നെ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തി പറയുന്നതാണോ മോൻ വിശ്വാസം? ഖുറാൻ അനുസരിച്ച് നീയും മരിക്കും അവരും മരിക്കും. മുഹമ്മദിനോട് അള്ളാഹു പറയുകയാണ്. മരിച്ച് വിധികാത്ത് കഴിയുന്നവനാണോ, മരണമില്ലാത്ത ക്രിസ്തുവിനാണോ നിത്യതയെക്കുറിച്ച് പറയാൻ അർഹതയും അവകാശവും? അഹിംസയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ മഹാത്മാഗാന്ധിക്കാണോ നമുക്കാർക്കെങ്കിലുമാണോ ഭാരതത്തിൻ്റെ കോണ്ടസ്റ്റിൽ നോക്കിയാൽ അവകാശം? അതുകൊണ്ട് മോൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സത്യം മനസ്സിലാക്കുവാൻ ഒരിക്കൽ കൂടി ബൈബിൾ വായിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക.